തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. NSS ക്യാമ്പിനിടെ വിദ്യാർത്ഥികളോട് മോശമായി പെരുമാറി ഹിസ്റ്ററി വിഭാഗം HOD രമേശിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. സാനിറ്ററി നാപ്കിൻ ഉയർത്തിപ്പിടിച്ച് പെൺകുട്ടികൾ പ്രതിഷേധിച്ചു. ഹാൻസ് ജോൺ നൽകും വിശദാംശങ്ങൾ. ഹാൻസ്, നല്ല പാഠങ്ങൾ പറഞ്ഞു കൊടുത്ത് ചേർത്ത് നിർത്തേണ്ട അധ്യാപകനാണ് ഇത്തരത്തിൽ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ പോലും മുറിപ്പെടുത്തുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയത്. വളരെ ഗുരുതരമായ പരാമർശങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. വലിയ തോതിലേക്ക് ഈ പ്രതിഷേധം വിദ്യാർത്ഥികൾ വ്യാപിപ്പിക്കുന്നു. എന്താണിപ്പോൾ വിദ്യാർത്ഥികൾക്ക് കിട്ടിയ ഒരു ഉറപ്പ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന്? അരുണ്യ, വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഇപ്പോൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു SFIയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് മുതൽ കോളേജിൽ പ്രതിഷേധം നടന്നത്. ഓഫീസ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ജീവനക്കാർക്കടക്കം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. പെൺകുട്ടികളായിട്ടുള്ള വിദ്യാർത്ഥികൾ സാനിറ്ററി നാപ്കിൻ ഉയർത്തിപ്പിടിച്ചടക്കം പ്രതിഷേധം നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. മാനേജർ ഇപ്പോൾ നിലവിൽ സ്ഥലത്തില്ല കോളേജിന്റെ. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച വരെ ഈ ആരോപണ വിധേയനായ അധ്യാപകനെ മാറ്റി നിർത്തുകയും അതിനുശേഷം മാനേജർ തിരിച്ചു വന്നതിന് ശേഷം അധ്യാപകനെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് HOD ആയ രമേശിനെതിരെയാണ് 14 വിദ്യാർത്ഥിനികൾ പരാതി നൽകിയത്. NSS ക്യാമ്പിനിടെ മോശമായ രീതിയിൽ സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തായാലും നടപടി സ്വീകരിക്കാമെന്ന് അധികൃതർ നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. അരുണ്യ. ശരി, ഹാൻസാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.